പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ കർത്താവായ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് അഭിഷേകാഗ്നിയിലേക്ക് പ്രവേശിക്കാം. അത് നമുക്കൊരു ഗാനമൊക്കെ പാടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലേക്ക് നിറച്ച് നമ്മുടെ സങ്കടങ്ങളും വേദനകളെല്ലാം ദൈവത്തോട് പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. വേദനകൾ, സങ്കടങ്ങൾ എല്ലാം, തടസ്സങ്ങൾ, രോഗങ്ങൾ, ജോലി തടസ്സം എല്ലാം കർത്താവിന് കൊടുത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ദൈവജനത്തിൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വചനം കേൾക്കാൻ തക്കവിധത്തിൽ, ഭാരങ്ങൾ മാറാൻ തക്കവിധത്തിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്ന അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവ് കരമടിച്ച് ഒരു കുറവുമില്ല എനിക്കുനകിൽ, കർത്താവാണ് എന്നിടയൻ, ഒരു കുറവുമില്ല എനിക്കുനകിൽ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാൻ എന്നും സന്തോഷത്തിൽ വേദനയും. ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാൻ എന്നും സന്തോഷത്തിൽ വേദനയിൽ. കർത്താവാണ് എന്നിടയൻ, ഒരു കുറവുമില്ല എനിക്കുനകിൽ. ചേർന്ന് പാടുന്നു. കർത്താവാണ് എന്നിടയൻ, ഒരു കുറവുമില്ല എനിക്കുനകിൽ. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ട് മണിന്ന് നന്നായി കരങ്ങളടിച്ച് വലിയ സ്വാതന്ത്ര്യത്തോടെ പാടണം. എന്റെ ഹൃദയം കാണുന്ന കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾ തൊടുന്ന സമയം കരമടിച്ച് പാടി ആരാധിക്കട്ടെ. ഭാരങ്ങളേറിടിലും താങ്ങാനാവാതെ വീണിടിലും, കരമടിച്ച് ഭാരങ്ങളേറിടിലും താങ്ങാനാവാതെ വീണിടിലും, എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ശക്തിയോടെ കരമടിച്ച് യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാൻ എന്നും സന്തോഷത്തിൽ വേദനയിൽ. ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാൻ എന്നും സന്തോഷത്തിൽ വേദനയിൽ. വീണ്ടും കരങ്ങൾ താഴ്ത്തി എല്ലാവരും പാടി ആരാധിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന സമയം ഈശോയുടെ സാന്നിധ്യം ഇറങ്ങുന്നു. ദൈവജനം കരങ്ങളടിച്ച് പാടി ആരാധിക്കട്ടെ. രോഗങ്ങളേറിടിലും സ്വന്തം ബന്ധങ്ങൾ അകന്നിടിലും, രോഗങ്ങളേറിടിലും സ്വന്തം ബന്ധങ്ങൾ അകന്നിടിലും, എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാൻ എന്നും സന്തോഷത്തിൽ വേദനയിൽ. ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാൻ എന്നും
സന്തോഷത്തിൽ വേദനയിൽ ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ ആഹാ പാടാം ഹല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ പ്രാർത്ഥിക്കാൻ അഭിഷേകം പ്രാപിക്കട്ടെ. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ 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 കർത്താവ് നിങ്ങളെല്ലാ സങ്കടങ്ങളും വേദനകളും എല്ലാം ഏറ്റെടുക്കട്ടെ. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് തന്നെ ദൈവമക്കളെ അവിടുത്തെ കരവലയത്തിൽ കർത്താവ് സംരക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ വലിയ കൃപ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കണം, യേശുവിനെ നോക്കി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ വരുന്ന സമയമുണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നമ്മളെ തേടിയെത്തും. അപ്പോഴൊക്കെ കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണ് പറിക്കരുത്. അപ്പോൾ കർത്താവ് നമ്മളെ നോക്കും, നമ്മുടെ വേദന കാണും. നമ്മുടെ സങ്കടങ്ങൾ എത്ര വലുതാണോ അത് കർത്താവ് കണ്ട് നമ്മൾ അനുഗ്രഹിക്കും. ഇതൊരു കുടുംബം ഇതുപോലെ ഒത്തിരി ക്ലേശത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴവർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു സംഭവം നമുക്ക് ശ്രദ്ധിച്ചിട്ട് വചന ശുശ്രൂഷ തുടരാം. എൻ്റെ പേര് ലിജോ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. 2.5 വർഷമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുമായിരുന്നു. എവിടെ ജോലിക്ക് പോയാലും അവർ പറയും വിളിക്കാം, ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോവും. ഇന്ന് വരെ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് 2.5 വർഷമായിട്ടൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല. കാര്യം എൻ്റെ പേര് വിളിച്ചാലും പിന്നെ വിളിക്കാമെന്ന് പറയും, പക്ഷേ വിളിക്കും 2.5 വർഷമായിട്ട്. അങ്ങനെ പൊടിമറ്റത്ത് സാംസൺ അച്ഛൻ്റെ ധ്യാനം കൂടി. പൊടിമറ്റം കൺവെൻഷൻ അല്ലേ, ധ്യാനം നടന്നു. പൊടിമറ്റം കൺവെൻഷൻ. അങ്ങനെ ഒരു ദിവസം അച്ഛനെ കണ്ടപ്പം അച്ഛൻ തലയിൽ കൈവച്ച് പറഞ്ഞു, നീ 2 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 മാസം തീരാൻ 2 ദിവസം ഉള്ളപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. നാളെ നീ 10 മണി തൊട്ട് ഓൺലൈനിൽ കാണണം, നിനക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അത് പാസ്സായി. കഴിഞ്ഞ ആഴ്ച എനിക്ക് വിസ വന്നു. 10-ാം തീയതി എൻ്റെ ടിക്കറ്റാണ് കുവൈറ്റ്. 10-ാം തീയതിയാണ് കുവൈറ്റ് മിനിസ്ട്രി MOHലോട്ട്. ഞാൻ ഒരു നേഴ്സാണ്. നോക്കിയാൽ 2.5 വർഷമായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അച്ഛനെ കണ്ടു, താമസനച്ഛനെ കണ്ടു. പറഞ്ഞ് 2 മാസം വെയിറ്റ് ചെയ്താൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. വിശ്വസിച്ചോ പാടത്തെ കൃത്യം 2 ദിവസം ഇനി തികയുള്ളൂ, കാര്യങ്ങളെല്ലാവരുടെയും കർത്താവിന്. അതാണ് കർത്താവിൻ്റെ പുരോഹിതന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും എന്നുള്ള വചനത്തിൻ്റെ അർത്ഥം. അതാ കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മകൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും, അത് ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ എല്ലാം, മൃഗങ്ങൾ, സസ്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സകല സൃഷ്ടികളും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. സംഗീത പുസ്തകത്തിൽ 19-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു, പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. കണ്ടോ, പകലും രാത്രിയും ഈ ആകാശവും ഭൂമിയും
സകലതും ജീവജാലങ്ങളും തങ്ങളുടെ സൃഷ്ടാവിനെ നോക്കി തങ്ങളുടെ സങ്കടങ്ങളും വേദനകളും അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 97 അധ്യായം 1 തിരുലിഖിതം, കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. അപ്പം കർത്താവ് ഈ ഭൂമിയിൽ വാഴുന്നു. ഇവിടെയുള്ള സമസ്തവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഭൂമിയും ആകാശവും എല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ നോക്കി ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ ദൈവത്തെ നോക്കാതെ നടന്നാലോ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നടന്നാലോ, അവിടുത്തെ വിളിച്ച് തങ്ങളുടെ സങ്കടങ്ങളും വേദനകളും പറയാതെ നടക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് എത്രമാത്രം വേദനയുണ്ടാകും. ചെറിയൊരു സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരായി പിറുപിറുക്കും, ദൈവത്തിനെതിരായി മറുതലിച്ച് നിൽക്കും, ദൈവത്തെ മാറ്റി നിർത്തും. ഈ ഒരു സംഭവം പറയുമ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിലെ ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ തേനും പാലും ഒഴുക്കുന്ന രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ മോശ അവരെ കൊണ്ടുവരുമ്പോൾ മോശയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തെയും മോശ എപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെ മോശ അവരെ കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് അവർ ദൈവത്തെ നോക്കാതെ അവർ തങ്ങളെ തന്നെ നോക്കുക. കാരണം എന്താ? അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ട്, എന്നാൽ ഈജിപ്തിലുണ്ടായിരുന്ന ഇറച്ചിച്ചട്ടിയും അവിടെ ഉണ്ടായിരുന്ന അപ്പത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഈ നാളുകളിൽ ദൈവം ചെയ്ത നന്മകളൊക്കെ അവർ മറന്നിട്ട് ഈജിപ്തിൽ കിട്ടിയ ഇറച്ചിച്ചട്ടി, അവർ പിന്നെ ഫറോവയുടെ നന്മകൾ പറയാൻ തുടങ്ങി, അവർ ദൈവത്തെ ദുഷിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ നേതാക്കന്മാരെ ദുഷിക്കാൻ തുടങ്ങി, മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിന് അവരുടെ നേരെ ഒരു ക്രോധം വന്നു, അവരുടെ നേരെ ഒരു വിഷമം വന്നു. ഇവരെത്ര ജനമാണിത്, എൻ്റെ ജനം എന്താ ഇങ്ങനെ? അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ ദൈവ മക്കളുടെ ഇടയിലേക്ക്, ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയക്കുകയാണ്. ആ സർപ്പങ്ങൾ വന്ന് ഈ ഇസ്രായേൽ മക്കളെ ഓരോരുത്തരെയും കടിക്കും. പാമ്പിൻ്റെ ദംശനമേറ്റ് പാളയത്തിൽ ജനം പെടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഹൃദയം തകർന്ന് മോശ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, എന്താണ് ഇങ്ങനെ? നീ എന്തിനാണ് ഈ ജനത്തെ കൊണ്ടുവന്നത്? കൊല്ലാനാണോ? പാമ്പുകളുടെ ദംശനമേറ്റ് ഈ മരുഭൂമിയിൽ പെടഞ്ഞ് മരിക്കാനാണോ അവരെ കൊണ്ടുവന്നിരിക്കുന്നത്? കർത്താവേ, നീ ഉത്തരം പറയുക. അവൻ ദൈവത്തിലേക്ക് നോക്കി. ദൈവം ഈ മോശയുടെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം മോശയോട് പറയാണ്, മകനെ മോശേ, നീ ഒരു കാര്യം ചെയ്യുക. ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കെട്ടി അതിനെ പാളയത്തിൽ ഉയർത്തി നിർത്തുക. സർപ്പദംശനമേക്കുന്ന മക്കൾ ഈ പാമ്പിനെ നോക്കി, ഈ പിത്തള സർപ്പത്തെ നോക്കി അവർ നിലവിളിച്ചാൽ അവർ ജീവൻ പ്രാപിക്കും. മോശ പെട്ടെന്ന് തന്നെ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കെട്ടി നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർപ്പദംശനമേറ്റ ഓരോ മക്കളും വന്ന് അവർ ആ പിത്തള സർപ്പത്തെ നോക്കുമ്പോൾ അവർ ജീവൻ പ്രാപിച്ചു. അവരുടെ സങ്കടം മാറി. അവർ മരണത്തിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഒരു പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ ദൈവജനം ജീവൻ പ്രാപിച്ചെങ്കിൽ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഇടയിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് നീ നോക്കി നിലവിളിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, വിളിക്കുന്നില്ല? നിന്റെ ദുഃഖങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ആകുലതകൾ, പരാധീനതകൾ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനോട്, എൻ്റെ യേശുവിനോട് പറയുന്നില്ല? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം സത്യമാണ്, ഇന്ന് ലോകത്തിൽ ദൈവജനത്തിന് ഞെരുക്കങ്ങളുണ്ടോ, വേദനയുണ്ടോ, സങ്കടങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, ജോലിയില്ലാത്ത അവസ്ഥയുണ്ടോ, കടബാധ്യതയുണ്ടോ? അതിനൊന്നാമത്തെ കാരണം അവൻ ഹൃദയം നുറുങ്ങി കർത്താവിനെ നോക്കുകയും ആ കർത്താവിനെ ഹൃദയത്തിൽ ആരാധിച്ച് പൂജിച്ച് അവൻ വിളിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് ഈ രാത്രി കർത്താവ് നമ്മളോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കുക. ഈ സംഭവം പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ മീഡിയയിലൂടെ ഒരു സംഭവം കണ്ടു. മീഡിയയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ PDM ബ്രദേഴ്സ് എനിക്ക് ഈ സംഭവം പറഞ്ഞു, അച്ഛാ, ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മുടെ കുട്ടികളുടെ
തീപ്പൊരിയിലാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയിലെ കുട്ടികൾ. അവർ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അച്ഛാ അത് വലിയ സംഭവം, ഈശോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇടപെട്ടൊരു സംഭവം അച്ഛനെന്ന് കേൾക്കാൻ പറയാം. അവരെനിക്ക് വോയിസ് മെസ്സേജും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു തന്നു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് മീഡിയയിലൂടെ വന്നൊരു സംഭവമാണ്. ഈ സംഭവം ഇതാണ്, അതായത് ഗാസയിൽ ഉള്ള ഒരു തീവ്രവാദ സംഘത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരുവനാണ് മുഹമ്മദ് അൽ ഹുവാംസി. അദ്ദേഹത്തിൻ്റെ മകളാണ് ജുവാം അൽ ഹുവാംസി. ഈ മകൾ പ്രത്യേകിച്ച് അവളിങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അവൾ ജനിച്ച് വളർന്നതെല്ലാം ഖത്തർ എന്ന സ്ഥലത്താണ്. അവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവൾ പഠിച്ച സ്കൂളിലെല്ലാം അവിടെ സമൂഹത്തിൽപ്പെട്ട ആളല്ലാതെ മറ്റാരും അവൾക്ക് കൂട്ടുകാരും. അവരെല്ലാം പറയുന്നതും ചെറുപ്പത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കൾ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തത് യഹൂദന്മാരെ വെറുക്കുക, ക്രിസ്ത്യാനികൾ വെറുക്കുക, അവരെ തകർക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ സമുദായം വളരുകയുള്ളൂ. അങ്ങനെ ആ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ക്രിസ്തു വിരോധിയായി വളർന്നു വന്നു. അങ്ങനെ അവൾ വളർന്നു വന്ന് അവസാനം അവൾക്ക് പ്രായപൂർത്തിയായി. അപ്പോൾ ഹമാസ് തീവ്രവാദികളിൽ ഒരുവൻ അവളെ വിവാഹം ചെയ്യും. അങ്ങനെ വിവാഹം ചെയ്ത് അവൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തീവ്രവാദം നടക്കുന്നു. ഒരു ദിവസം ഇസ്രായേലിൽ നിന്ന് അവളുടെ ഭർത്താവിന് ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങൾ താമസിക്കുന്ന പരിസര പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. കാരണം അവിടെ ഇസ്രായേൽ ആക്രമിക്കാൻ പോവുകയാണ്, അവിടെ ആക്രമണം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ആളുകളെ അവിടെ നിന്ന് മാറ്റുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ എന്താണ്, ഇവിടെ അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല, അവിടെ ആരും താമസിക്കുന്നില്ല, ജനവാസമില്ലാത്തൊരു സ്ഥലം. ഇസ്രായേൽ ആ സ്ഥലത്തേക്ക് ബോംബുകൾ വർഷിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ബാലന്മാരടക്കം പെടഞ്ഞു വീണ് മരിച്ചു. ഇത് കണ്ടപ്പോൾ അതിന് തൊട്ടടുത്ത ഭവനത്തിലിരുന്ന് ഈ പെൺകുട്ടി പറയുകയാണ്, അടുത്ത ഊഴം എൻ്റേതാണ്. അവൾ ഭയപ്പെട്ട് ആ വീടിൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ ആ രാത്രിയിൽ അവൾ സ്വപ്നം കാണുകയാണ് 2005 മരിച്ചുപോയ അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് അവളെ ആശ്വസിപ്പിച്ചു. അവൾക്കൊരു ആശ്വാസമൊക്കെ ആയി. വീണ്ടും അവൾ ഭയത്തോടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങ് ആകാശത്ത് ഉദിച്ചു നിന്നിരുന്ന ചന്ദ്രൻ അവളുടെ അടുക്കിലേക്ക് വരുന്നൊരു അനുഭവം അവൾക്കെത്തി. ആ ചന്ദ്രൻ്റെ ഉള്ളിൽ നിന്ന് അവൾ ഒരു രൂപം കാണുകയാണ്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖം, താടിയും തലമുടിയൊക്കെ നീട്ടി അങ്ങനെ ഒരു പ്രത്യേക ഒരു രൂപം. ആ വ്യക്തി ആ ചന്ദ്രനിൽ കണ്ട ആ രൂപം അവളോട് സംസാരിക്കുകയാണ്, മോളെ നീ എൻ്റെ മകളാണ്, ഭയപ്പെടേണ്ട, നീ എൻ്റെ സ്വന്തമാണ്, ഭയപ്പെടേണ്ട. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷം, ഒരു ആശ്വാസം. നേരമെടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. നേരമെടുത്തു അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇങ്ങനെയൊരു കാര്യം അവൾ കണ്ടത് ഗൂഗിളിൽ. യേശുവാണ് എന്നാണ് അവളോട് പറഞ്ഞത്. ഞാൻ യേശുവാണ്, നീ എൻ്റെ മകളാണ്. അവൾ യേശുവിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പേജ് അവൾ കണ്ടുകിട്ടി. ആ പേജിലൂടെ അവൾ ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അതിന് അഡ്മിൻ അവളോട് പറഞ്ഞു, നീ ബൈബിൾ വായിക്കുക. അവൾ ബൈബിൾ വായിച്ചു. അപ്പോൾ അവൾക്ക് കിട്ടിയത് ശത്രുക്കളെ സ്നേഹിക്കുക, ക്ഷമിക്കുക, നല്ല നല്ല വചനങ്ങൾ അവൾക്ക് കിട്ടി. അപ്പോൾ അവൾക്ക് ഒത്തിരി ആശ്വാസം തോന്നി. ഈശോയെ കണ്ട അന്ന് മുതൽ അവൾക്കൊരു സമാധാനം കിട്ടി. അങ്ങനെ അവൾ ഇങ്ങനെ ഓരോ വചനങ്ങൾ കേട്ട് അവൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി. ഈശോയുടെ സ്നേഹം അവർക്ക് അനുഭവിക്കുന്നു. അവൾ ഈശോയെ നോക്കും, എപ്പോഴും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കും. അപ്പോൾ ആ മുഖത്ത് നിന്ന് അവളിലേക്കൊരു സാന്ത്വന വാക്കുകൾ ഓരോന്നും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവളുടെ ആ സമൂഹം വിട്ട് യേശു ക്രിസ്തുവിനെ ആശ്രയിച്ചു, ക്രിസ്തുമതം സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീഡിയയിൽ ആ പെൺകുട്ടി ചിത്രം കാണുമ്പോൾ അവളുടെ കഴുത്തിൽ വലിയൊരു കുരിശ് അവൾ ധരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണ്, ഞാൻ കണ്ടെത്തിയ എൻ്റെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ സംഭവം കാണുമ്പോൾ നിങ്ങൾ എത്ര പേര് ഈ യേശു സ്നേഹത്തിലേക്ക്, ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? സങ്കീർത്തന പുസ്തകത്തിൽ 116 അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുലിഖിതങ്ങൾ, കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്, എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു, എൻ്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക, കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ സങ്കടത്തിൽ കർത്താവ് ഇടപെട്ടു. നീ ഇപ്പം മരിക്കുമെന്നോർത്ത്, ഞാൻ മരിക്കും,
അടുത്ത ബോംബാക്രമണത്തിൽ ഞാൻ മരിക്കുമെന്ന് ഭയപ്പെട്ടിരുന്ന ആ പെൺകുട്ടിയോട് ഈശോ ആ രാത്രി പറഞ്ഞു, നീ എൻ്റെ മകളാണ്, ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെൺകുട്ടി ഇന്ന് മീഡിയയുടെ മുമ്പിൽ വന്നു നിന്നിട്ട് പറയാണ്, യേശു ക്രിസ്തു എൻ്റെ എല്ലാമാണ്. ഇന്ന് വരെ ഞാൻ കാണാത്ത സ്നേഹസമ്പന്നനായ ഒരു ദൈവം. അവർ അഭിമാനത്തോടെ ധൈര്യത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദം. അത് നിങ്ങൾ കാണണം. നിങ്ങൾ മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്ക്, ഈ പേര് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതല്ലേ കർത്താവ് പറഞ്ഞത്? ആ ചന്ദ്രനിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മകളോട് പറഞ്ഞെന്താ? നീ എൻ്റെ മകളാണ്. അപ്പോൾ അവൾ സ്വീകരിച്ചു. അപ്പോൾ അവൾ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ചു. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പലർക്കും പല കുറവുകളും പറയാനുണ്ട്, പലതും പറയാനുണ്ട്. എനിക്ക് രോഗമാണ്, എനിക്ക് പീഡയാണ്, എനിക്ക് കടബാധ്യതയാണ്, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എന്നെ ദൈവം കാണുന്നില്ല, എന്നെ ദൈവം അറിയുന്നില്ല. നീ നിൻ്റെ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കാനുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ എല്ലാവരെയും സ്വന്തമാക്കാൻ വേണ്ടിയാണ്. പിതാവ് തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ഈ ലോകത്തിലുള്ള സകല മക്കളെയും സ്വന്തമാക്കാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ ആരെയും രോഗം കൊണ്ടും പീഡ കൊണ്ടും കടബാധ്യത കൊണ്ടും ഞെരുക്കം കൊണ്ടും ശിക്ഷിച്ച് വേദനിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി ഈ ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയല്ല. പിന്നെയോ ദൈവം ഈ ലോകത്തിലേക്ക് തൻ്റെ സകല പ്രതാപവും വിട്ട് മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചത് എന്നെയും നിങ്ങളെയും സ്വന്തമാക്കി ദൈവിക ജീവൻ നമുക്ക് നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടങ്ങളും വേദനകളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ എന്തുകൊണ്ട് ദൈവം എന്നെ കാണുന്നില്ല, എന്തുകൊണ്ട് ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ മറുതലിക്കാതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം കർത്താവിന് നേരെ നോക്കിയൊന്ന് പ്രാർത്ഥിക്കുക. ദേവാലയത്തിലേക്ക് കടന്നു ചെല്ല്, ചങ്കുപൊട്ടി വിളിക്ക്, പ്രാർത്ഥിക്ക്. എന്നിട്ട് പറയണം, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി. ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, യേശുവാണ് എൻ്റെ എല്ലാം. ആ ദൈവത്തെ ഞാൻ കണ്ടു. തകർന്നിരുന്ന പെൺകുട്ടിയെ കർത്താവ് കൈപിടിച്ച് ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ നിമിഷവും കർത്താവ് നമ്മളെ നോക്കി നമ്മളുടെ വേദനകൾ കണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ കർത്താവിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്ന മോശ. പലപ്പോഴും മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ദൈവജനത്തിന് പറ്റിയില്ല, ഇസ്രായേൽ ജനത്തിന് പറ്റുന്നില്ല. കാരണം എന്താ? അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. കാരണം എന്താ? അവൻ തൻ്റെ സങ്കടങ്ങളിലും വേദനകളിലും ദുഃഖത്തിലും അവൻ ഒരു സ്ഥലത്തേക്ക് മാത്രമേ നോക്കുകയുള്ളൂ, അവന് ദൈവത്തിന് നേരെ അല്ലേ? മലമുകളിൽ കയറി 40 ദിവസങ്ങളും ദിനരാത്രങ്ങൾ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ ജനം ഭയപ്പെട്ടു. ജനത്തിന് ഭയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇന്ന് സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൃപയും അഭിഷേകം ചൊരിയും. ഇന്ന് നിങ്ങൾ കടബാധ്യതയുണ്ടോ? രോഗത്തിലാണോ? വേദനയിലാണോ? സങ്കടത്തിലാണോ? തകർച്ചയിലാണോ? നിങ്ങൾ വിസ ശരിയായിട്ടില്ലേ? ദൈവത്തെ നോക്ക്, പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ സഹായിക്കാതിരിക്കുകയില്ല. ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ രാത്രി ഞാൻ പറയുന്നു, നിങ്ങൾ സങ്കടത്തെക്കുറിച്ച് വേദനയെക്കുറിച്ച് ഇങ്ങനെ ആകലപ്പെട്ടിരിക്കാതെ ദൈവത്തെ പഴിക്കാതെ ഒരു നിമിഷം എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടു. അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട ആ നിമിഷം തന്നെ ദൈവജനം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സങ്കടത്തിനും ദുഃഖത്തിനും ദുരിതത്തിനും കാരണം നാം നമ്മുടെ ദൈവത്തെ ഹൃദയം
തുറന്ന് സ്നേഹിക്കുന്നില്ല, അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കുന്നില്ല. യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം, യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം. ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അവന് ജോലിയില്ല. ഇന്ന് ആ സാക്ഷ്യത്തിൽ കേട്ട പോലെ തന്നെ അപ്പോൾ ഇസഗിയോൻ ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ ഒരു കരുണയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. അവൻ ആ കരുണയുടെ ചിത്രത്തിന് മുമ്പിൽ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എന്നാണ് അപ്പാ എനിക്കൊരു ജോലി. അപ്പോൾ അവൻ ആ കരുണയുടെ ചിത്രത്തിൽ നിന്ന് ഈശോ തൻ്റെ കരുണയുള്ള കണ്ണുകൾ കൊണ്ട് അവനെ നോക്കുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ തിരിച്ചുവിടുന്ന് പോയി 7 ലക്ഷത്തിന് മുകളിൽ സാലറിയുള്ള ഒരു ജോലിയാണ് കർത്താവ് അവന് കൊടുത്തത്. സംഗീത പുസ്തകത്തിൽ 34-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ ഒരു വചനം, കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ നമുക്ക് നോക്കാം കർത്താവിലേക്ക്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. നമുക്ക് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ ആ ദിവികാനന്ദത്തിലേക്ക് നോക്കി കണ്ണുനീരോടെ നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥൻ ഇതാ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാ സങ്കടങ്ങളും കർത്താവിന് നേരെ നോക്കി പറയുക. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നമ്മൾ തൊട്ട് ഇപ്പോൾ കേട്ട വചനമാണ്. കർത്താവെ, എൻ്റെ കുടുംബത്തിൽ വലിയ കടഭാരം, ജപ്തി നോട്ടീസ്, അതുപോലെ വലിയ ഭയം, ഭീതി, ഉത്കണ്ഠ, നാളെ എന്താകും, ജോലിയില്ല. അതുപോലെ ചില കുടുംബങ്ങളിൽ പല വിധത്തിൽ മദ്യപാനത്തിൻ്റെ മറ്റു പല ദുരിതങ്ങൾ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, വലിയ ഭാരം, സങ്കടങ്ങൾ, രോഗപീഠകൾ, അസ്വസ്ഥതകൾ, മക്കളില്ലാത്ത കുടുംബങ്ങൾ, ഇങ്ങനെ സങ്കടങ്ങളും ദുരിതങ്ങളും വേദനകളുമാണ്. അതുപോലെ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. എത്രയോ അഭിഷേകാഗ്നിയിൽ കൂടി പ്രാർത്ഥിച്ചു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നില്ല. നിന്റെ ദൈവത്തിലേക്ക് നോക്കുക. വലിയ കൃപകൾ, വലിയ അഭിഷേകം കർത്താവ് എന്ന് ചൊരിയുന്നു. നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ എന്ത് തന്നെ ആയിരുന്നാൽ മക്കളില്ലാത്തൊരു പ്രാർത്ഥിക്കണം. ഈശോയെ, എനിക്ക് ഒരു കുഞ്ഞിനെ നൽകണം. വിവാഹം നടക്കാത്ത യുവതിയുവാക്കന്മാർ പ്രാർത്ഥിക്കണം, എനിക്ക് ജീവിത പങ്കാളി വേണം. വീടില്ലാത്തവർ, വാടക വീട്ടിൽ കഴിയുന്നവർ സ്വന്തമായൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉപജീവനമാർഗത്തിന് വഴിവിട്ട് നിൽക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞതും പറയാത്തതും എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് 2 കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, കണ്ണു തുറന്ന താരിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിക്കട്ടെ. ആത്മാവിനെ അയക്കണമേ, പ്രാർത്ഥിക്കുന്നു. അകദാരിത കരഞ്ഞു വിളിക്കുക. ആത്മാവിനെ പ്രാർത്ഥിക്കുന്നു. അയക്കണമേ, അകദാരിത പ്രാർത്ഥിക്കട്ടെ. വൻ കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വൻ കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ.